കോഴി കിണ്ടുന്ന പോലെ കിണ്ടിക്കൊണ്ടിരിക്കാതെ അത് മുഴുവൻ കഴിക്കും മക്കളെ. മതിയപ്പാ, വയറ് നിറഞ്ഞു. അമ്മച്ചി ഉണ്ടാക്കുന്ന പോലെ കൊണ്ട് പറ്റും. യേശുദാസ്. ചിത്രം അയലത്തെ സുന്ദരി. ഗാനരചന വയലാർ. സംഗീതം ശങ്കർ ഗണേഷ്. തെറ്റ് പൊട്ട തെറ്റ്. ഈ പാട്ട് എഴുതിയിരിക്കുന്നത് വയലാറല്ല, മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ എന്ന ഒരു പുതിയ പാർട്ടിയാണ്. പിന്നെ റേഡിയോക്കാർക്ക് അറിയാത്ത കാര്യമല്ലേ അപ്പനറിയുന്നേ. പറ്റുണ്ടോ? ഈ പാട്ട് എഴുതിയിരിക്കുന്നത് വയലാറല്ല. ഞാനേ വെറും ഒരു സിനിമാ കൊട്ടയിലെ മാനേജർ മാത്രമല്ല, മനസ്സിലായോ? അത് ശരിയാ, കൊട്ടയിലെ മാനേജർ മാത്രമല്ല, അവിടുത്തെ ടിക്കറ്റ് കീറലും തൂത്തുവാരലും വൃത്തിയാക്കലും ഒക്കെ ചെയ്യുന്ന അപ്പം തന്നെ. ഓടാ അവിടുന്ന്. വിഗതകുമാരൻ മുതൽ ഇന്ന് വരെയുള്ള മലയാള സിനിമയുടെ ചരിത്രം ഉണ്ടല്ലോ, പച്ചവെള്ളം പോലെ. ഈ ജോസ് എവിടെ പോയി കിടക്കുവോ? ഇന്നും അവൻ്റെ കൂടെ സൈക്കിളിൽ തന്നെയാണ് പോകുന്നത്. അവനുമായിട്ടുള്ള കൂട്ടത്ര ശരിയല്ലെന്നാ നാട്ടുകാരൊക്കെ പറയുന്നത്. എടാ ജോസേ, ഈ പാട്ട് എഴുതിയാരാന്ന് അറിയോ നിനക്ക്? ഓ പിന്നെ, കുഞ്ഞുനാൾ മുതലേ കേൾക്കുന്ന ഒരു പാട്ടുണ്ടല്ലോ, ആ യു എന്ന് പറഞ്ഞത്. അത് എഴുതിയത് ആരാന്ന് പോലും എനിക്കറിയാൻ മേല. അന്നേരവാ ഈ പാട്ടോ? പിന്നല്ലയോ? അതെന്നല്ലയോ ഞാനും പറഞ്ഞു. പാലച്ചായോ, ഈ വരിയുടെ അടുത്ത് തന്നെതാ. ഏത് വരി? ഈ അതരം കൊണ്ട് അതരത്തിൽ അമൃത് നിവേദിക്കും എന്ന് പറഞ്ഞതാ. ഡൊമിനിക്കേ, കുറച്ചു മുമ്പ് ഞാൻ നിന്നോട് എന്താ പറഞ്ഞത്? ഇതാ കാര്യം. ചോട്ടിക്കോ, സൂക്ഷിച്ചു പോണേ മക്കളെ. കത്രീനെ, മതിയടി, ഒന്നിങ്ങ ഇറങ്ങി വാ. നിക്കടി, ഒരു രണ്ടെണ്ണം കൂടി പറിക്കട്ടെ, ആരെങ്കിലും കാണും. പെട്ടെന്ന് വാ. ഒന്ന് ഇറങ്ങി വാടി. ഒന്ന് വേഗം വാ. വേഗം വാ. ഓ അയ്യോ, വാ. എത്ര നേരം കൊണ്ട് വിളിക്കുവാ? വാ ഇങ്ങോട്ട്. എനിക്കെങ്ങും വേണ്ട, കൊണ്ടുപോ. സഞ്ചിയിലിട്ടോടി. ആ ശൂർപ്പണ ക്ലാസ് എടുക്കുമ്പോൾ ഉറങ്ങാതിരിക്കാൻ നല്ലതാ. ആ വീട്ടുകാരെങ്ങനെ കണ്ടിരുന്നെങ്കിലേ നാണക്കേടായനെ. ഓ പിന്നെ, 2 ചാമ്പങ്ങ പറിച്ചു തിന്നുന്നതിന് എന്നാ നാണക്കേടുണ്ടാവാനാ? പിന്നെ എന്നാത്തിനാ പട്ടി ഉറച്ച് പോടിയേ? അത് നാണം കൊണ്ടല്ലോ, പേടിച്ചിട്ടല്ലേ. നോക്കിക്കേടി, നിന്റെ പ്രേം നസീർ വരുന്നുണ്ട്. ആ ഗംഗാധരൻ ഡോക്ടറിന്റെ മരുന്നിന്റെ കുറിപ്പടി വായിക്കാനില്ലോ ഇത്രയും പാട്. എന്തോരോ അക്ഷരത്തെറ്റാടി. ഞാനങ്ങ് സഹിച്ചു. ഓ എടി മേരി, നമ്മൾ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഈ ജോസ് 8-ലല്ലായിരുന്നോ? നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചപ്പോഴും ജോസ് 8-ൽ തന്നെ അല്ലായിരുന്നോ? അതേ പിന്നെ അവൻ തോറ്റിട്ടില്ലല്ലോ. എന്താന്നറിയാം നിനക്ക്? ഞാൻ 5-ന്ന് 8 എത്തുന്നതും കാത്ത് മനഃപൂർവ്വം തോറ്റുവിട്ടിരുന്നതാ. അത്രയ്ക്ക് ഇഷ്ടം അവൻ എന്നോട്. അതിലാരും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അസൂയ എനിക്ക്. ഇന്നേ കൊക്കത്തോട്ടത്തിൽ കാവലിൽ നിൽക്കാനേ നീ വേറെ ആളെ നോക്കിക്കോ. അയ്യോ ഒന്നേ ചതിക്കല്ലേ. നീ അല്ലേടി എന്റെ ധൈര്യം. ഓരാത്തതിന് ഡൊമിനിക്കൂല്ലേ കൂടെ? ആ പഷ്ട്, അവനെന്നെ കാണുന്നത് തന്നെ കല്ലിയ. ഞാൻ എന്നാ ചെയ്തിട്ടാന്ന് എനിക്കറിയാൻ മേല. എനിക്ക് മരങ്കേരി എന്നുള്ള പേരിട്ട് അവനാണോ നല്ല സംശയമുണ്ട്. ചിരിക്കണ്ട. മേരി മോളെ, നാരങ്ങ മിഠായി വേണോ? ചാമ്പങ്ങ വേണോ?
അവനവനെ കൊണ്ടാവുന്ന പണി ചെയ്താ പോരെ. ആഹാ, മുട്ടുപൊട്ടി ചോര വരുന്നുണ്ടല്ലോ. വയ്യാത്ത പട്ടി എന്നാത്തിനായി കയ്യാല കയറാൻ നിൽക്കുന്നേ. കാണിച്ചേ, ഈ കമ്മ്യൂണിസ്റ്റ് വെച്ചിട്ട് നീരൊഴിച്ചാലേ ഇത് വേഗം കരിയും. വേണ്ട. അതിനെന്നിട്ട് അപ്പം കോൺഗ്രസ് ആയോണ്ടാണോ? വേണ്ടെന്ന് പറഞ്ഞാ വേണ്ട. അതിന് നീ എത്രയുടെ എന്നോട് ചൂടാവുന്നേ? നിനക്കൊക്കെ ഉണ്ടല്ലോ ചോറിയണത്തിന്റെ അല്ലേ പറിച്ചു തരേണ്ടത്. കാട്ടുപോത്ത്. ആരും വന്നിട്ടൊന്നുമില്ല, ഞാൻ പോവാ. നീ വരുന്നുണ്ടോ? ഞാനും വരുന്നു. പിന്നെന്തിനു വിളിച്ചേ? ആ മരം കേറി കത്രീനയുടെ തലയിൽ വെള്ളിടി വെട്ടണേ കർത്താവേ. എടാവേ, ആദ്യ ചുംബനത്തിന് വേണ്ടി 2 മില്ലിമീറ്റർ ദൂരം മാത്രം ബാക്കിയുള്ളപ്പോഴാ അവളുടെ ഒടുക്കത്തൊരു വിസിലടി. ഡൊമിനിക്കേ, നീ എന്നതേ കാണിക്കുന്നത്? ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞു തന്നത്. ഇത് ഇങ്ങനെ സാവധാനത്തിൽ ഇങ്ങനെ കറക്കണം, മനസ്സിലായി? അപ്പൊ അങ്ങനെ പൊക്കോളൂ.